ഇമ്മ്യൂൺ ഡിസീസും. ഓട്ടോ ഇമ്മ്യൂണും അല്ലത്, മാലിന്യം. നമ്മൾ പറയുന്ന നിസ്സാര കാര്യമാണ്. മാലിന്യം ശരീരത്തിനുള്ളിലുണ്ടെങ്കിലേ രോഗമുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമുക്ക് ഇവിടെ വല്ല ഈച്ചയുണ്ടോ? ഇവിടെ ഈച്ച വല്ലതുണ്ടോ? നിങ്ങളൊരു മത്തിയുടെ കുടലിവിടെ കൊണ്ടുവന്ന് വെച്ച് ഈച്ച വരുമോ? ഈച്ച വരും. ഇതുപോലെയാണ് വൈറസ്. നിങ്ങളുടെ ശരീരത്തിൽ മാലിന്യമുണ്ടെങ്കിൽ വൈറസ് വരും. അത് റോഡിൽ കിടന്നാൽ വരും, എവിടെ കിടന്നാലും അവർ വരും. കാരണം അവരുടെ ജോലി അതാണ്, മാലിന്യ നിർമ്മാർജ്ജനാണ്. ഇതൊന്ന് കോമൺ സെൻസ് പോരെ? കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ് ഈ സാമാന്യം? കോമൺ. ചേരുമ്പോഴാണ് കോമൺ. മനസ്സിനൊരു സെൻസുണ്ട്, ബുദ്ധിക്കൊരു സെൻസുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ കോമൺ സെൻസായി. അല്ലെങ്കിലോ നോൺ സെൻസ്. അതാണ് ഇപ്പം നടക്കണേ. ശരിക്കും മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു കഴിഞ്ഞാൽ എന്താ കാരണം എന്നൊന്ന് ഊഹിക്കാനെങ്കിലും പറ്റില്ലേ? അറ്റ്ലീസ്റ്റ് പ്രകൃതി ചികിത്സക്കാരെങ്കിലും അല്ലെങ്കിൽ ഹോമിയോക്കാരും അല്ലെ ആയുർവേദക്കാരെങ്കിലും അത് പറയണ്ടേ? അവരെല്ലാവരും തിരുമയും മാസേജ് ചെയ്യുക എല്ലാം ചെയ്തു. പക്ഷേ ശരീരത്തിൽ ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ക്ലീൻ ചെയ്തില്ല. വീർക്കുണ്ടാവില്ല. അത് ദുബായിൽ ജോലിയായിരുന്നു. ദുബായ് ജോലി ഉണ്ടായിരുന്നു, അവിടെ വെച്ച് തുടങ്ങിയതാണ്. വയറിന് ഒരു ഗ്യാസാണ് തുടങ്ങിയത്. വയറിനൊരു ഗ്യാസ്. പിന്നെ കാല് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും വിചാരിക്കുക? ബ്രെയിനിൻ്റെ എന്തെങ്കിലും തകരാറാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വഴിക്കുള്ള ചികിത്സകൾ മുഴുവൻ ചെയ്തു. അവർ നോക്കിയിട്ട് പറയണത് ഒന്നുമില്ല, ബ്രെയിനിലൊന്നുമില്ല. ഇവിടെ കഫം ഇവിടെ കെട്ടിക്കിടന്ന് സ്കാൻ ചെയ്താൽ കാണുമോ? സ്കാൻ ചെയ്താൽ കാണില്ല. അത് കഫം എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റില്ല. ഒരു മുഴ വന്നാൽ കാണാൻ പറ്റും. ഒരു മുഴയുണ്ട്, അൺനാച്ചുറൽ ഗ്രോത്ത് വന്നിട്ട് അവർ അന്നേരം പറയുന്നത് ഇതിനുണ്ട്, കാണാൻ പറ്റും. ഇതാണ് അവസ്ഥ. നമുക്ക് പുള്ളി മെഡിക്കൽ ഡോക്ടറല്ല, PhD ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് സമാധാനപ്പെട്, ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കൊച്ചിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ കിടന്നിട്ട് ഗുണമില്ലെങ്കിൽ പിന്നെ അവിടെ കിടത്തിക്കൊണ്ടിരുന്നിട്ട് എന്താ, വീട്ടിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം. 17 വർഷം അതുങ്ങൾ എവിടെയെല്ലാം കൊണ്ടുപോയി, എന്തെല്ലാം ചെയ്തു. ഇവിടെ വൈപ്പില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മളുടെ ഒരു ചെറിയ രോഗമേ അല്ലാത്ത ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഈ 17 വർഷം അവർ കഷ്ടപ്പെട്ടത്. വലിയ വലിയ കഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നലെ ഞങ്ങളുടെ വ്യാഴാഴ്ച, ഇന്ന് ശനിയല്ലേ, വ്യാഴാഴ്ച ഞങ്ങൾ അവിടുത്തെ ഒരു ഇവരുടെ കോഴ്സ് തീർന്നു, വാനപ്രസ്ഥം കോഴ്സ് തീർന്നു. അവിടെ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ സമയത്ത് ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞു. അതിലൊരു മെഡിക്കൽ കോളേജിലെ സർജറിയുടെ ഹെഡ് ഉണ്ടായിരുന്നു, പഠിക്കാൻ വന്നിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ റിട്ടയർ ചെയ്തു. അതുണ്ടായിരുന്നു. പുള്ളി അങ്ങ് കരഞ്ഞു പോയി. കരച്ചിലായിരുന്നു. എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയായിരുന്നു. ഞാൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒറ്റ മനുഷ്യൻ കേൾക്കണില്ല. ഈ എല്ലാ ചികിത്സകളും കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കാനൊരു വഴി, അതല്ലേ ദയാൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് നമുക്ക് ചെയ്യണം, നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കരച്ചിൽ. എല്ലാവരും കൂടി ആശ്വസിപ്പിക്കുന്ന ആ മനുഷ്യനെ ഇവിടെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന മെയിൻ ഡോക്ടർമാരും ഉണ്ട്. സർജനായാലും ശരി, ചിന്തിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി സഹായം കിട്ടണം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. BP മാനേജ് ചെയ്യാൻ പഠിച്ചു. ഇനി അതായത് അതിൻ്റെ മാലിന്യങ്ങൾ കളഞ്ഞു, pH കറക്റ്റ് ചെയ്തു, മരുന്നുകൾ കൊടുത്തു, എല്ലാം ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് ശോധനം, സന്തുലനം, പോഷണം. എക്സർസൈസ് വേണ്ടി വരില്ലേ? എക്സർസൈസ് വേണ്ടി വരും. ചലനം, പിന്നെ വർധനം വേണ്ടി വരും.
വർധനം എന്തിനുള്ളതാ? വർധനം. ശംഖുലി എന്തിനുള്ളതാ? ആയുസ് കൂട്ടാൻ. ആയുസ് ആരുടേതാ? ജീവന്റെ കരുത്ത് കൂട്ടാൻ. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് ഭൗതിക ശരീരത്തെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും കൊണ്ടു നടക്കുന്നതും. അപ്പം അതിനൊരു അന്നം വേണം, അതിനും ഭക്ഷണം വേണ്ടേ? ഭൗതിക ശരീരത്തിന് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരത്തിനും ഭക്ഷണം വേണം. സൂക്ഷ്മ ശരീരത്തിന് ഭക്ഷണം ഇന്നേവരെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ആ സൂക്ഷ്മ ശരീരത്തിനുള്ള അന്നമാണ് ശംഖുലി. അത് യോഗാശാസ്ത്രത്തിൽ എല്ലാവരുടെ അടുക്കലും ഞാൻ ഇന്നും കൂടി അനൗൺസ് ചെയ്യാണ്. ഇന്ന് ക്ലാസ് ഉണ്ട്. സകല യോഗ ഭ്രമരിക്ക് മുൻഗണന കൊടുക്കണം. കാരണം സൂക്ഷ്മ ശരീരത്തിന് മുൻഗണന കൊടുത്താലല്ലേ സൂക്ഷ്മ ശരീരത്തിന് ഭൗതിക ശരീരത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഭൗതിക ശരീരത്തെ ശരിയാക്കേണ്ടത് അവരല്ലേ, സൂക്ഷ്മ ശരീരമല്ലേ. അപ്പോൾ ഭ്രമരിയെ എടുത്ത് മുന്നിൽ വെച്ചാൽ മതി. വെച്ചാൽ യോഗാശാസ്ത്രത്തിന് ബാക്കിയുള്ള ശാസ്ത്രങ്ങളെപ്പോലും കീഴടക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ എക്സർസൈസുകൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വഴി വരണം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നാ പറഞ്ഞത്? ശോധനം, സന്തുലനം, പോഷണം. വേറൊരു സാധനം നമ്മൾ പഠിച്ചു. രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ പഠിച്ചു. മാലിന്യങ്ങൾ ഉണ്ടെങ്കിലേ രോഗമുള്ളൂ, അസിഡിറ്റി ഉണ്ടെങ്കിലേ രോഗമുള്ളൂ, പോഷണക്കുറവുണ്ടെങ്കിലേ രോഗമുള്ളൂ, താളം തെറ്റിയാലേ രോഗമുള്ളൂ. ഇതല്ലേ പഠിച്ചേ? നമ്മൾ ശോധന നടത്തി ശുദ്ധി വരുത്തി പോഷണം കൊടുത്തു, പിന്നെന്ത് ചെയ്യണം? സന്തുലനം വരുത്തി പോഷണം കൊടുത്തു, പിന്നെന്ത് ചെയ്യണം? ഒരു കാര്യവും കൂടി പഠിച്ചിട്ടുണ്ട്. ചലനം പറഞ്ഞു. ശമനം താനേ വരുന്നതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ താനേ വരും, ശമനം വരും. നൃത്തനം ശങ്കലിയും പറഞ്ഞു കഴിഞ്ഞു. വേറെ ഒരു സാധനവും കൂടി പഠിച്ചിട്ടുണ്ട്. പ്രതിരോധം തീർക്കണം. പറഞ്ഞിട്ടില്ല. പ്രതിരോധം പഠിച്ചില്ല നിങ്ങൾ? എന്നാ അതുകൂടി എഴുതാൻ. പ്രതിരോധം 6, 7, 6 കഴിഞ്ഞ് 7. പ്രതിരോധം തീർക്കണം. ഏത് രോഗത്തിനും ചെയ്യണം, വേണ്ടേ? ഏതു രോഗത്തിനും, ജലദോഷത്തിനായാലും അതിന് ശോധനം വരുത്തി സന്തുലനം നടത്തി പോഷണം കൊടുത്ത് ഇത് മാറ്റി. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പ്രതിരോധം തീർക്കണം. എന്തിങ്ങനെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ശരീരത്തിന് പ്രതിരോധം ഉണ്ടാക്കാം. വിറ്റാമിൻ സി പൗഡർ 1/4 സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം. വിറ്റാമിൻ സി പൗഡർ അത് സിന്തറ്റിക് തന്നെയാണ് നമ്മൾ കൊടുക്കണം. സിന്തറ്റിക് തന്നെ. വിറ്റാമിൻ സി പൗഡർ ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം. ഇത് നാച്ചുറൽ അല്ല, സിന്തറ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അത്യാവശ്യത്തിന് വേണ്ടി വരികയാണെങ്കിൽ കൊടുത്തോളണം, അത് തള്ളിക്കളയണ്ട. ഇനി നാച്ചുറലായിട്ടുള്ള വിറ്റാമിൻ സി ഏതിലൊക്കെ ഉണ്ട്? പേരക്ക, നെല്ലിക്ക, നാരങ്ങ, പാഷൻ ഫ്രൂട്ട്, മാങ്ങ, പച്ചക്കുരുമുളക് ഇതിലെല്ലാം ഉണ്ട്. നാച്ചുറലായിട്ട് എല്ലാം കൊടുക്കും. പാഷൻ ഫ്രൂട്ട് ഇതുപോലെയുള്ളതെല്ലാം കൊടുത്തു കൊള്ളണം. പിന്നെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് രണ്ടാമത്തത്. ഗ്രേപ്പ് മുന്തിരി ഗ്രേപ്പ് അല്ല, അത് മുന്തിരിക്കുരുവിൻ്റെ എസൻസ് തന്നെ. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് 1 ഗുളികയാണത്. 1 ഗുളിക വീതം 3 നേരം. ഭക്ഷണത്തിന് ശേഷം.
3 വിറ്റാമിൻ ബി ബി എ കഴിഞ്ഞുള്ള ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി, ബിയും സിയും കൂടി ചേർന്ന ഗുളിക മേടിക്കാൻ കിട്ടും ഇംഗ്ലീഷിൽ. അത് ഇംഗ്ലീഷ് മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി ടാബ്ലറ്റ്, ഒരു ഗുളിക രാവിലെ. ആര്? അതെ അതെ, ടാബ്ലറ്റ് വാങ്ങുക. നല്ല മഞ്ചാടിക്കുരു പോലെ ഇരിക്കുന്ന ടാബ്ലറ്റ് കിട്ടും. ടാബ്ലറ്റ് ഇത് കഴിക്കുമ്പോൾ മൂത്രത്തിന് മഞ്ഞ നിറമാകും, പേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ രോഗം എഴുതുമ്പോഴും എഴുതാം. എല്ലാ രോഗത്തിനും എഴുതുമ്പോഴും. ഇപ്പം നമ്മൾ ബി പിക്ക് എഴുതി, ഇത് കൊടുക്കാം. അത് മരുന്ന് കൊടുക്കുമ്പം തന്നെ കൊടുക്കാം, എങ്കിൽ വേഗം ഇതിലല്ലേ പെട്ടെന്ന് തന്നെ സുഖപ്പെടും. ഏത് രോഗത്തിനായാലും ഈ പ്രതിരോധം തീർക്കേണ്ടത് ഇതിലൂടെ. അത് ജലദോഷത്തിന് കൊടുക്കാം. ഇപ്പം വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്, വിറ്റാമിൻ ബി വിത്ത് സി, ബി പ്ലസ് സി. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗുളികയാണ്. അതിനകത്ത് ബി കോംപ്ലക്സ് ഉണ്ടാകണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ആൻറ്റിബയോട്ടിക്കിനകത്ത് മഞ്ഞൾപ്പൊടിക്ക് വിറ്റ സാധനമാണ്. ആൻറ്റിബയോട്ടിക് ഗുളികക്കകത്ത് മഞ്ഞൾപ്പൊടിയാണ് അവർ കയറ്റിയത്. അതെങ്കിലും സഹിക്കാം. അത് തെറ്റിക്കേറിയതാ വല്ലതായിരിക്കും. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് ഏത് രോഗികൾക്കും കൊടുക്കാം. ഞാനിത് കൊടുത്ത് അറ്റ് എ ടൈം, അതായത് വിറ്റാമിൻ സി കലക്കി കുടിക്കുക. ആ കുടിക്കണ വെള്ളത്തിൽ ഈ ക്യാപ്സ്യൂൾ വിഴുങ്ങാനായിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാം. അത് ക്യാപ്സ്യൂൾ വിഴുങ്ങുക. മറ്റേ ഗുളിക രാവിലെ, വിറ്റാമിൻ ബി കോംപ്ലക്സ് ഗുളിക രാവിലെ. ഇത് മൂന്നും കൊടുത്താൽ ആഹാരത്തിന് ശേഷം. അസുഖമില്ലാത്തവർക്കും കഴിക്കാം. കൂടെ നമുക്ക് ഒരു പനിക്കോള് വരുന്നു, പ്രതിരോധ ശക്തി കുറവാണ്, അടുത്തുകൂടി ഒരു ജലദോഷക്കാരൻ പോയാൽ ഉടനെ നമുക്ക് ജലദോഷം പിടിക്കും എന്നുണ്ടെങ്കിൽ കൊടുക്കാം, കഴിക്കാം. നമുക്ക് പനി വേണമെന്ന് നിർബന്ധമില്ല. പ്രതിരോധ ശക്തി കൂട്ടാനുള്ള സംവിധാനമാണ്. കൊടുക്കാം, എത്ര പ്രായമായവർക്കും കൊടുക്കാം. 2 വർഷം ഞാൻ കഴിച്ചു. അതായത് നമ്മുടെ കോവിഡിൻ്റെ കാലത്ത് 2 വർഷം എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും രാവിലെ വിറ്റാമിൻ ബിയും കഴിച്ചിട്ടുണ്ടായിരുന്നിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വരാതിരുന്നത്. ഞങ്ങളുടെ അവിടുന്ന് വാനപ്രസ്ഥം ഗ്രൂപ്പിൽ നിന്ന് 2 പേര് കൈലാസത്തിൽ പോയി. വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും എല്ലാ ദിവസവും കഴിച്ചിട്ടാണ് അവർ പോയത്. അവർ പൂട്ടുപോലെ തിരിച്ചു വന്നു. ഒരിടത്തും അവർക്ക് കിടക്കേണ്ടി വന്നില്ല. അസുഖം ഉണ്ടായിട്ടല്ല, ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു പ്രതിരോധ സംവിധാനം മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുക. മറ്റൊന്ന്, ഡോക്ടർമാർ, നേഴ്സുമാർ, എൻ്റെ അടുക്കെ വരുന്ന സകല ഡോക്ടർമാർക്കും നേഴ്സുമാരും ഇതൊരു നേരം കഴിച്ചോണമെന്ന് പറഞ്ഞാണ് അവർ കഴിക്കുന്നുണ്ട്. അവർക്ക് കാര്യം പിടികിട്ടി. എന്താ കാര്യം? നിരന്തരം രോഗികളുമായി സംസർഗത്തിലായാൽ രോഗി ആരാകും? ഡോക്ടറാകും. ഇല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? ഞാൻ നിങ്ങളാകുകയും നിങ്ങൾ ഞാനാകുകയും ചെയ്യുമെങ്കിൽ നിരന്തരമായി രോഗികളുമായിട്ട് സംസർഗത്തിലായാൽ ആ രോഗി നമ്മളാകുകയും ഡോക്ടർ രോഗിയാകുകയും ചെയ്യും. അപ്പോൾ ഡോക്ടർ ഒരു മുൻകരുതൽ എടുക്കണ്ടേ? നേഴ്സുമാരും ഒരു മുൻകരുതൽ എടുക്കണ്ടേ? സാധാരണ മനുഷ്യരെക്കാളും ഒരു പടി കൂടി പ്രതിരോധ ശക്തി കൂടി നിൽക്കേണ്ടവരായിരിക്കണം ഡോക്ടർമാർ, നേഴ്സുമാരും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ കൊടുക്കുക. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു രോഗം വ്യാപകമായിട്ടുണ്ട്.
ഇപ്പോൾ ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ആ പനി മാറി ക്ഷീണം 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ജലദോഷപ്പനിക്കും ഇത് 3 കൊടുക്കണം, കഴിക്കണം. അത് തള്ളിക്കളയരുത്. വിറ്റാമിൻ സിയും ഗ്രേപ്സിഡും വിറ്റാമിൻ. ഒരു ജലദോഷം വന്നു, പ്ലേറ്റ്ലെറ്റ് കൂട്ടും. 100% മനുഷ്യരുടെ പ്ലേറ്റ്ലെറ്റ് കൂട്ടി. ഡെങ്കിപ്പനികൾക്കൊക്കെ കൊടുക്കണം, ഇത് ക്യാൻസറിന് കൊടുക്കണം, കിഡ്നി രോഗത്തിന് കൊടുക്കണം, ജലദോഷത്തിന് കൊടുക്കണം, എല്ലാത്തിനും കൊടുക്കണം. ഇപ്പോൾ ഷുഗർ രോഗം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ഇത് കൊടുത്താൽ ഷുഗർ രോഗം വേഗം നോർമലായിട്ട് ആകുന്നത് കാണാം. കാരണം പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നടപടിയാണ് നമ്മൾ എടുക്കുന്നത്. പിടി കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി എല്ലാ രോഗത്തിനും ഞാനിത് പറയില്ല. എല്ലാ രോഗത്തിനും പറയേണ്ട കാര്യമുണ്ടോ? എല്ലാ രോഗത്തിനും കൊടുക്കാനുള്ളതാണ് പ്രതിരോധം. അമ്മമാർ കുട്ടികളെ കൊണ്ട് വരാറുണ്ട്. ഒരാഴ്ച തികച്ച് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒരു 3-4 ദിവസം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനിയും ചുമയും ജലദോഷമാണ്. പിറ്റേ ആഴ്ച പോകാൻ കഴിയും. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞേ സ്കൂളിൽ പോകാൻ പോടും. അപ്പോഴും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ജലദോഷമായിട്ട് വരുന്നു. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വിറ്റാമിൻ സി പൗഡർ ഒരു നുള്ള് ഓറഞ്ച് ജ്യൂസിനകത്ത് ഇട്ട് കൊടുത്തോളാം. ഓറഞ്ച് ജ്യൂസിൽ കുട്ടികൾക്ക് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിന് ഒരു ചെറിയ വിറ്റാമിൻ സി ഉണ്ട്. കൂട്ടത്തിൽ അതിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് സിന്തറ്റിക്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ബാക്കിയുള്ളവർക്കും കഴിക്കാം. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് അതിൻ്റെ ക്യാപ്സൂൾ ഊരിയെടുത്തിട്ട് കുടഞ്ഞ് ഇതിനകത്തോട് ഇട്ടാൻ പറയും. 2 ദിവസത്തിലൊരിക്കൽ. വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് സി സിറപ്പ് കിട്ടും കുട്ടികൾക്ക്. അതുപോലെ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിരമരുന്ന് കൊടുക്കുന്ന കുട്ടികൾക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സ്, ബി വിത്ത് സി കോംപ്ലക്സ് സിറപ്പ് ഒരാഴ്ചയെങ്കിലും കൊടുത്തിരിക്കണം. കാരണം വിരമരുന്ന് എന്ന് പറയുന്ന ഒരു വിഷമല്ലേ. വിഷം ലിവറിനെയാണ് ബാധിക്കുക. ആ ലിവറിനെ ഒന്ന് കരുത്ത് പകരാനായിട്ട് ഇച്ചിരി വിറ്റാമിൻ സി സിറപ്പ് കൊടുക്കണം. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന, വീട്ടിൽ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ലാതെ കുട്ടികൾക്ക് വിരയ്ക്ക് മരുന്ന് കൊടുത്ത് ലിവർ കേടാക്കുന്നു. അപ്പം നമ്മൾ എഴുതുമ്പോൾ മിക്കവാറും വിറ്റാമിൻ സി, ഗ്രേപ്പ് സിയുടെ വിറ്റാമിൻ ബി എഴുതാറില്ല. എല്ലാവർക്കും എഴുതാറില്ല. എന്നാൽ ചിലർക്ക് എഴുതും. എന്താ എല്ലാവർക്കും എഴുതാത്ത? ഇതിന് ഇച്ചിരി വിലയുണ്ട്. അപ്പം വില താങ്ങാൻ അവർക്ക് പറ്റുമോ എന്ന് കൂടി നോക്കിയിട്ടേ കുറിക്കാവൂ. അല്ലെങ്കിൽ അവരുടെ വിഷമം എന്തായിരിക്കും? എനിക്കിത് കാലതാമസം വരുമെന്നുള്ളതേ ഉള്ളൂ. ആദ്യം എഴുതിയത് കൊണ്ട് തന്നെ അവർ സുഖമായിക്കൊള്ളൂ. അപ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, കാശ് വല്ലതും ഉണ്ടോ കയ്യിൽ? എന്താ പണിയെന്നൊക്കെ ചോദിക്കും. എന്താ പണി? വരുമാനമുണ്ടോ? പറഞ്ഞു, ഭർത്താവ് ദുബായിലാണ്. ഉടനെ എഴുതും വിറ്റാമിൻ സി. അതെ, ഉടനെ എഴുതും. അത് തന്നെയല്ലേ ഗവൺമെൻറ് അവർ ഹോസ്പിറ്റലുകാരും ചെയ്യണം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ. ഇൻഷുറൻസ് ഉണ്ടോ? ഭർത്താവ് ദുബായിലാണോ? ഉടനെ അഡ്മിറ്റാണ്. കാശ് കിട്ടേണ്ട പരിപാടി. സ്കാനിങ്ങും സകലതും അങ്ങനെ ചെയ്യിച്ചു. കാൽസ്യം മഗ്നീഷ്യം കൊടുക്കണം കുട്ടികൾക്ക്. അതുകൊണ്ടാണ് കാൽസ്യം മഗ്നീഷ്യം വളർച്ചാ പീരീഡിൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് അഡീഷണൽ കാൽസ്യവും മഗ്നീഷ്യവും കൊടുക്കണം. 55 വയസ്സ് കഴിഞ്ഞ വയസ്സായവരെല്ലാവരും കാൽസ്യവും മഗ്നീഷ്യവും കഴിച്ചിരിക്കണം. മുലയൂട്ടുന്ന അമ്മമാർ പാല് കൊടുത്ത് തീരുന്നത് വരെ കാൽസ്യം മഗ്നീഷ്യം കഴിച്ചിരിക്കണം. ഈ 3 കൂട്ടരും കാൽസ്യം മഗ്നീഷ്യം അഡീഷണൽ കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നടുവേദന കൊണ്ട് പ്രസവിച്ച അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അല്ലേ, നമ്മൾ അസിഡിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു. വയസ്സാകും തോറും അസിഡിറ്റി മാറ്റി കാൽസ്യം അഡീഷണൽ ചെല്ലണം. കുട്ടികൾക്ക് 3x ആണ് നമ്മൾ കൊടുക്കുക. 6xന് പകരം 3x മേടിക്കാൻ കിട്ടും ജർമ്മൻ തന്നെ. അതൊരു 3 ഗുളിക വീതം 2 നേരം കൊടുത്താൽ മതി. എൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് ഞാൻ തണ്ണീർമുക്കം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ആ ചെറുക്കന് പൊക്കം കുറവാണ്. എനിക്ക് പൊക്കം വെക്കണം. എന്താ ചെറുക്കൻ്റെ ആവശ്യമാണ്. ചെറുക്കൻ്റെ ആവശ്യം എന്തോരം പൊക്കം വെക്കണം, എന്തോരം പൊക്കം വെക്കണം. അതെനിക്ക് കുറേ പൊക്കം വേണം, എനിക്ക് കളിക്കണം, പട്ടാളത്തിൽ പോകണം. പട്ടാളത്തിൽ പോണത് ഞാൻ വിലക്കി. അത് സമ്മതിച്ചു. പൊക്കം വെച്ചാൽ പോലെ.
ഞാൻ അവനെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് വരച്ചിട്ടു. ഭിത്തിയിൽ വരയിട്ടിട്ട് കാൽസ്യം മെഗ്നീഷ്യവും കൊടുത്ത് കൃത്യമായി കൊടുത്തോണം. എന്നിട്ട് ഇവനെ, അങ്ങനെയാണ് അവൻ്റെ അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവനെന്ത് ചെയ്ത് മുറ്റത്ത് 2 തടി കുഴിച്ചിട്ടിട്ട് ഒരു കമ്പി വട്ടം വെച്ചിട്ട് എല്ലാ ദിവസവും കിടന്ന് അതേ കിടന്ന് തൂങ്ങുക. എന്തിനെ? നീളം വെക്കാൻ. അവൻ്റെ ബുദ്ധിക്ക് തോന്നിയത് നീളം വെക്കാനായിട്ട് അവൻ തൂങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ് അച്ഛനേക്കാൾ 3 ഇഞ്ച് ഞാൻ പൊക്കിത്തരും. പോരെ? കറക്റ്റ് 4 ഇഞ്ച് പൊക്കി. 4 ഇഞ്ച് പൊക്കി കൊടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണെന്ന് അറിയാം. ഇവൻ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്ക വരും വീട്ടിലാണ്. സാറേ ഇവന് കൂടി ഒന്ന് പൊക്കാൻ വേണം, എന്നോട് വേണം. എല്ലാവർക്കും ഇതാ കൊടുക്കണേ, കാൽസ്യം വേണം. വളർച്ചാ പീരീഡിൽ കാൽസ്യം വേണം കുട്ടികൾക്ക്. 14 വയസ്സ് വരെ. 11 വയസ്സ് വരെയാണ് അവരുടെ വളർച്ച. നമുക്കൊരു 14 വയസ്സ് വരെ കൊടുക്കാം. പാല് കൊടുക്കുമ്പം തൊട്ട്, അതിനല്ലേ അമ്മയ്ക്ക് കൊടുക്കണേ, മനസ്സിലായില്ലേ? പിന്നെ റാഗി ആകാം. അപ്പം എന്ത് ചെയ്യും? ഈ കാൽസ്യത്തിൻ്റെ ഗുളികയുടെ അളവ് കുറയ്ക്കാം. എന്നാലും കാൽസ്യം കൊടുത്താൽ പിന്നെ നമുക്ക് പിള്ളേർ വളർന്നു വരുമ്പോൾ അറിയാം. ഒരു കുരുട് സ്വഭാവം കാണിക്കുന്നുണ്ട്, പൊക്കക്കുറവ് തോന്നുന്നുണ്ട്. നമ്മൾ ഇത്ര വയസ്സാകുമ്പോൾ ഒരു പൊക്കം നമുക്ക് ഉണ്ടല്ലേ, അവനൊരു പൊക്കക്കുറവ് തോന്നുമെന്ന് തോന്നുകയാണെങ്കിൽ ഡോസ് കൂട്ടി കൊടുത്തേക്കണം. അത് കൊടുത്താൽ ഉറപ്പായിട്ട് കഴിക്കണം. റാഗിയും കഴിക്കണം, ഗുളികയും കഴിക്കണം. അതെ, ആർക്ക് വേണമെന്നില്ല, എന്തെങ്കിലും അസുഖം കൊണ്ട് കഴിച്ചാൽ മതി. കാശുണ്ടെങ്കിൽ കഴിച്ചോ. കാശുള്ളവരൊക്കെ ഒരു നേരം കഴിച്ചു. ഒരു നേരം കഴിക്കാൻ നല്ലതല്ലേ? കാരണം ഒരു കരുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പകർച്ചവ്യാധി വരുന്നുണ്ടെങ്കിൽ ആരും മറന്നു പോകരുത്. അപ്പം സ്റ്റാർട്ട് ചെയ്തു മറിച്ച്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ പക്ഷിപ്പനിയാണ്. എല്ലാ പഞ്ചായത്തിലും പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷികളെയൊക്കെ പിടിച്ച് കൊന്നിട്ടിരിക്കുകയാണ്. ഓരോ വാർഡിലുള്ള പക്ഷികളെയൊക്കെ പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുകയാണ്. അതിനവർക്ക് പിടിച്ച് കത്തിക്കാൻ പറ്റില്ലല്ലോ, കിട്ടിയിട്ട് വേണ്ടേ? വളർത്തണതിനെല്ലാം പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷിപ്പനിയൊക്കെ വെറുതെ. പക്ഷിപ്പനി എന്നൊക്കെ പറയണ വെറുതെ. നിങ്ങൾ പ്രതിരോധ ശക്തി ഉള്ളവരാണെങ്കിൽ ഒരു വൈറസും ഒരു പകർച്ചവ്യാധിയും നമ്മളെ ബാധിക്കില്ല. ഇപ്പം ഇത് വന്നല്ലോ, കോവിഡ് വന്നു. കോവിഡ് വരേണ്ട സ്ഥാനത്ത് ഒരു ജലദോഷം വരും. ജലദോഷത്തിൻ്റെ ചേട്ടൻ വൈറസാണ് ഈ കോവിഡ് വൈറസ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളുടെ തോതും ഇനവും എങ്ങനെയാണോ അങ്ങനെ ഓരോ വൈറസും മ്യൂട്ടേറ്റ് ചെയ്ത് കരുത്താർജിക്കും. അതിന് വൈറസിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മര്യാദക്ക് ജീവിക്കാൻ പഠിക്കാൻ, മര്യാദക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കുക. കോവിഡിൻ്റെ വൈറസിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ആ വൈറസ് പ്രതിരോധിക്കാനായിട്ട് അവർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പൊട്ടൻ സാധനമായിരിക്കും. ഇതെന്താണ്? വൈറസ് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ളത്. കാര്യമായതില്ല. ഈ കോവിഡിൻ്റെ വാക്സിൻ എടുത്തവർക്ക് അസുഖങ്ങളുണ്ട്, വരുന്നു എന്ന് പറയുന്നവർ ആൾറെഡി അവർക്ക് ലങ്സിന് പ്രശ്നമുള്ളവരായിരിക്കണം. ഒന്നെങ്കിൽ ആസ്മ പേഷ്യൻ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥായിയായിട്ട് രോഗം, വീക്ക്നെസ് ഉള്ളവർക്കാണ് ഈ കോവിഡിന് വാക്സിൻ എടുത്തപ്പോൾ അസ്വസ്ഥമായിട്ട് തോന്നണം. അതൊരു തോന്നൽ മാത്രമാണ്. കുഴഞ്ഞു വീണ് മരിക്കേണ്ട കാരണം മനസ്സിലായില്ലേ? അവർ കുഴഞ്ഞു വീണ് മരിച്ചവർ 2 ദിവസം കഴിച്ചതെന്നാണെന്ന് നോക്കിയാൽ മതി. നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞും തോറും ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വരെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരു കുട്ടി മരിച്ചതിൻ്റെ സ്റ്റഡി വരെ ഞങ്ങൾ നടത്തിയത്. പിന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കാൻ പോയ ചെറുക്കൻ, അവൻ ക്ലാസിൻ്റെ മോണിറ്ററാണ്. അവനാണ് ഈ പുസ്തകങ്ങളെല്ലാം, ഹോംവർക്ക് ചെയ്ത പുസ്തകങ്ങളെല്ലാം മേടിച്ച് സാറിലേക്ക് എത്തിക്കേണ്ടത്. ഇവനതെല്ലാം മേടിച്ച് വെച്ചു. അവനൊന്ന് തലകറങ്ങി, ഒരു ബെഞ്ച് എടുത്തിട്ടിട്ട് പുറകിൽ കിടത്തിക്കൊണ്ട് സാറ് പഠിപ്പിക്കാൻ തുടങ്ങി.
ഇച്ചിരി വെള്ളവും തെളിച്ച് അവനവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. ക്ലാസ് തീർന്നിട്ടും അവൻ എഴുന്നേറ്റില്ല. അവസാനം ഈ കൊച്ചു ചെറുക്കൻ മരിച്ചു കിടക്കുക. അപ്പം ഞങ്ങളിത് പഠിക്കാനായിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ കൂട്ടി ഇവരുടെ വീട്ടിൽ 1 മാസം കഴിഞ്ഞു. അന്നേരം ഓടിച്ചെല്ലാൻ പറ്റില്ലല്ലോ. 1 മാസം കഴിഞ്ഞ് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ചെന്നു. ആദ്യം അവർ ഞങ്ങളെ ഓടിച്ചു. ഞങ്ങൾ ബന്ധുക്കോസുകാരാണെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ പ്രാർത്ഥിക്കാൻ ചെന്നാണ്. അങ്ങനെയല്ല, ഇത് ഞങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ഇനിയൊരു കുഞ്ഞിന് വരാതിരിക്കാൻ നമുക്ക് ചെയ്യണ്ടേ. അവസാനം അവർ സമ്മതിച്ചു. എന്നെ എഴുതി. ഞാൻ ചോദിച്ചു, ഇത് ഉണ്ടായതിൻ്റെ തലേ ദിവസം എന്താ കഴിച്ചത്, എവിടെയായിരുന്നു, എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്? അതവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പെങ്ങളുടെ കല്യാണമായിരുന്നു. അവിടെ എന്തായിരുന്നു? അവിടെ 3 നേരവും തലേ ദിവസം ഇറച്ചി, മീന്, മുട്ട ഇതായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസവും അന്നേരം അവൻ അവിടെ തന്നെ ഇരുന്നു. അവനൊരു 2 ദിവസമായിട്ട് ഇത് മാത്രമാണ് കഴിക്കുന്നത്. രാവിലെ ട്യൂട്ടോറിയൽ കോളേജിൽ പോണതിന് മുമ്പ് എന്ത് കഴിച്ചു? ഒരു കട്ടൻ ചായ മാത്രം കഴിച്ചിട്ടുണ്ട്. ഒരു സാധനം കഴിച്ചിട്ടില്ല. വയറ്റിൽ നിന്നും പോയിട്ടില്ല. കട്ടിലേന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു അവൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം കൂടാനായിട്ട്, അതിൽ സഹായിക്കാൻ ഓടിയതാണ്. ഇതാണ് സംഭവിച്ചത്. ഇത് സംഭവിച്ചു. യാതൊരു സംശയവും വേണ്ട. ആ സ്റ്റഡി കറക്റ്റാണ്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, pH 7 താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും. ആ സ്റ്റഡി കറക്റ്റാണ്. ഇവിടെ ആരെങ്കിലും അതിനെപ്പറ്റി സ്റ്റഡി നടത്തണം. അത് നടത്താതിരുന്നേച്ചും കോവിഡ് വൈറസാണ്, വാക്സിൻ എടുത്തതാണ്, അതാണ് ഇതാണ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും. നമ്മുടെ രോഗത്തിന് ആരെങ്കിലും പഴിചാരുകയല്ലേ ചെയ്യണം. മന്ദം പനിക്ക് ആരെയാ പഴിചാരുക? കൊതുകിന്. ഡെങ്കിപ്പനിക്കോ? കൊതുകിന്. പക്ഷിയുടെ പുറത്ത് ആരോപിക്കും, കുരങ്ങിൻ്റെ പുറത്ത് ആരോപിക്കും, വവ്വാലിൻ്റെ പുറത്ത് ആരോപിക്കും, എലിയുടെ പുറത്ത് എലിപ്പനി. നമുക്ക് കുഴപ്പമുണ്ടെന്ന് ആലോചിക്കണ്ടേ? നമ്മുടെ കുഴപ്പം കണ്ടാണോ നമുക്ക് പനി വരുന്നത്, ലിവർ പോണ, കിഡ്നി പോണെന്ന് ആലോചിക്കണ്ടേ? അതിന് പകരം മറ്റുള്ളവരിൽ ആരോപിച്ച് രക്ഷപ്പെടാനുള്ള വഴിയ. അതല്ല, കുഴപ്പം നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭക്ഷണം എന്താണ്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്തെല്ലാം നിയന്ത്രണങ്ങൾ വേണം, കൊതി കൊണ്ട് എന്തെങ്കിലും കഴിച്ചാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം പോരെ. അതായത് കുട്ടികളെ 11 വർഷം വരെ ഡിവൈനാക്കി വളർത്തിക്കൊണ്ടുവരാൻ താല്പര്യമുള്ള യുവതീ യുവാക്കളുടെ വിളിക്കുകയാണ്. അവരുടെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യും. പേര് രജിസ്റ്റർ ചെയ്യും. ആണിൻ്റെയും പെണ്ണിൻ്റെയും പേര് രജിസ്റ്റർ ചെയ്യും. ഇവരുടെ ഗ്രഹനില നമ്മൾ നോക്കും. അവരുടെ വിരലടയാളം നമ്മൾ നോക്കും. ഇത്രയും നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളൊരു സജഷൻ കൊടുക്കും. ഇവർ തമ്മിൽ ആകാം. പിന്നെ അവർ പോയി നോക്കി നടത്തുക നടത്താതിരിക്കുക, അത് അവരുടെ കാര്യം. അപ്പം അത്തരത്തിലൊരു വിരലടയാളം, നല്ല വിരലടയാള വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് പോലീസിലുണ്ട്, എനിക്കുണ്ട്. അതായത് ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഒരു ഇണ എവിടെയോ ജനിക്കുന്നുണ്ട്. വിധിച്ച ഇണയുണ്ട്. ആ ഇണയെ കണ്ടുപിടിക്കാത്തതാണ് ഈ കുഴപ്പം മുഴുവൻ. അതാണ് ഗ്രഹനില നോക്കിയത്. പക്ഷെ അത് തോറ്റു. 10 പൊരുത്തം ഉണ്ടായിട്ടും കുഴപ്പത്തിലായി. ഇനി ഇതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മനസ്സിന് ഒരു പൊരുത്തം വന്നില്ലേ? മനസ്സിനൊരു പൊരുത്തം വന്നു. ഇങ്ങനെ കുട്ടികളെ വളർത്തണം എന്ന മനസ്സിനൊരു പൊരുത്തം വന്നു. അവരുടെ ഗ്രഹനിലയും കൂടി നോക്കാം. നമുക്ക് ജോത്സ്യൻ എന്ത് പറയണം നോക്കാം. അതോടൊപ്പം നല്ല എക്സ്പെർട്ടിനെ കൊണ്ടുവന്നിട്ട്, പോലീസിലുള്ള നല്ല എക്സ്പെർട്ടിനെ കൊണ്ടിട്ട് ഇവരുടെ വിരലടയാളവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒരാളുടെ വിരലടയാളം പോലെ മറ്റൊരാൾക്ക് ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ പ്രസക്തി. അപ്പം ഇതിലെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടാകും. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രോസസ്സിലേ കണ്ടെത്തുള്ളൂ. അതൊരു പൊരുത്തായിട്ട് എടുക്കും. എന്തെങ്കിലും ഒരു അടയാളം കിട്ടും.
കാരണം പ്രകൃതി ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. മനസ്സിലായി? പ്രകൃതി അടയാളം ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ അടയാളം വായിച്ചെടുക്കാൻ നമുക്ക് അറിയില്ല. ഇതാണ് പ്രശ്നം. നമുക്ക് ആ അടയാളം വായിച്ചെടുക്കാൻ അറിയില്ല. അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നോക്കാതിരിക്കണോ വേണ്ടത്? ഏത് പൊട്ടത്തരവും നോക്കും. ചീട്ടെടുക്കണ ഒരു സ്ത്രീയെ സഹായിക്കുമെങ്കിൽ വഴിയിലൊക്കെ അമ്പലത്തറയിലൊക്കെ ഇരുന്നിട്ട് ചീട്ടെടുത്തിട്ട് പൊരുത്തം പറയുന്ന സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ എടുക്കും. നമുക്ക് എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റും. വലിയ വലിയ ശാസ്ത്രം കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിലും എന്തെങ്കിലും കാണും, എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് കിട്ടും. അതെടുക്കണമെന്നല്ല ഈ പറയണേ, അതിലെന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് പിടികിട്ടും. ആ ക്ലൂവിലൂടെ നമുക്ക് പോയി കറക്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റും. അത് നമ്മൾ ആലോചിക്കുകയാണ്. അഭിലാഷിനെ ചുമതല പഠിപ്പിക്കാൻ പോവുകയാണ്. പഠിപ്പിക്കാൻ പോവുകയാണ്. അഭിലാഷ് അത് ഇതിലെടുത്തിട്ട് ഒരു മാട്രിമോണി. കാരണം മാട്രിമോണി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സൗജന്യമായിരിക്കും. ഈ സൗജന്യ മാട്രിമോണി ഒരു സംവിധാനം അത് ആൾറെഡി ഡിവൈൻ മദർ ഉണ്ടല്ലോ. ഡിവൈൻ മദർ ഉണ്ട്. അതിന് വരുന്നുണ്ട്, താല്പര്യം കൂടി വരുന്നുണ്ട്. ഞാനിപ്പോൾ നമുക്കുണ്ടായിരുന്ന 3 ടീച്ചറും, ലില്ലി ടീച്ചറൊന്നും വന്നില്ല. ആ ടീച്ചറിനെ കൂടാതെ ഒരു രൂപ ടീച്ചറിനെ കൂടി ഞാൻ എടുത്തു. രൂപ ടീച്ചർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിള്ളേർ കൂടുതൽ എണ്ണം കൂടി വരുന്നു. അമ്മമാരുടെ എണ്ണം കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കത് അതുകൂടി ഒരു പാരലായിട്ട് പോകണം. കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നു, കുട്ടികൾക്ക് ഓട്ടിസം വരുന്നു, അംഗവൈകല്യം വരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ നമ്മൾ പഠിക്കുന്നു. തിരക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലം അതെങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അതിനെന്തെല്ലാം ഭക്ഷണം അമ്മ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കണമെന്ന് ആരും ശ്രദ്ധിച്ചില്ലല്ലോ. പണ്ട് കാലത്ത് എന്തോ പറഞ്ഞതൊക്കെ കഴിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. അത് മാറ്റിയിട്ട് എല്ലാ ട്രേസ് എലമെൻറ്റുകളും കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. അതിനുള്ള നടപടികൾ നമുക്കുണ്ടാവണം. അതാണ് ഓട്ടിസം വരാതിരിക്കാൻ ചെയ്യണം, വന്നതിനെ മാറ്റാൻ. വരാതിരിക്കാൻ ഗർഭപാത്രത്തിലെ ജലത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താനുള്ള നടപടികൾ എടുക്കുക, അമ്മ കഴിക്കുന്ന ഭക്ഷണം തീരുമാനിക്കുക. വന്നതിനെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? പറ്റും. എന്താ കാര്യം? ഓട്ടിസം മെൻ്റൽ ഡിസോർഡറാണ് അല്ലേ? മൈൻഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് തന്നില്ലേ? ഇല്ലേ? ആ മൈൻഡിൻ്റെ ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഒരു ഉപകരണം കണ്ടുപിടിച്ചാൽ പോരെ. അതാണ് ആ ഡെഫിനിഷൻ്റെ അഡ്വാൻറ്റേജ്. അതും സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ശാസ്ത്രജ്ഞൻ അവസാനം സംസാരിച്ചു കഴിഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ അവിടെ പോസിബിലിറ്റീസ് ഉണ്ടോ, കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, മാനസിക രോഗങ്ങൾ, ആ മനസ്സിൻ്റെ പ്രതലം കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവസാനം അദ്ദേഹം സമ്മതിച്ചു പറ്റും. ഇനി അതിൻ്റെ വർക്ക് നടക്കണം. വർക്ക് നടന്നാൽ മതി.